ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫസ്റ്റ് വീഡിയോ ഓണക്കല്ലേ. ഓക്കെ, അപ്പോൾ അവർ ഫസ്റ്റ് മൂവി റിവ്യൂ വീഡിയോ. ഇന്ന് മൂവി ഒന്നുമല്ല കേട്ടോ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. മൂവി റിവ്യൂ ചെയ്യാൻ ഇപ്പോൾ അടുത്ത് മൂവി ഒന്നും ഇറങ്ങിയത് ഒരാഴ്ച മുമ്പ് എങ്ങാണ്ടാണ്. അപ്പോൾ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഇന്ന്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചെയ്തൊരു സംഭവം ആയിരിക്കും, ബട്ട് അത് അധിക ടൈമൊന്നും കഴിഞ്ഞിട്ടില്ല. അത് ഇറങ്ങിയിട്ട് 5 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ വെൽ ലെജൻഡ്സ് ചിൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് ചാപ്റ്റർ 2ൻ്റെ ആ ഒരു ടീസർ. ഓക്കെ, ചാപ്റ്റർ 1 ഞാൻ കണ്ടതാണ്. ആ ഒരു 2ൻ്റെ ആ ഒരു ടീസറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞിട്ടും ഞാൻ ഇതുവരെ ഇത് കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് കേട്ടാൽ നിങ്ങൾ ചിരിക്കും എന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഫേക്കാണെന്നാണ്. ദുൽഖർ സൽമാൻ്റെ പേജിൽ വന്ന സാധനം ഫേക്കാന്ന്. എൻ്റെ മോനെ, ഇനിയാണിത് റിയലാന്ന് മനസ്സിലായത്. ഓക്കെ, എന്തായാലും നമുക്കിത് കാണാം. ഈ വീഡിയോ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് ഫേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ അടിച്ചു വിട്ടു. കാരണം ഇത്ര പെട്ടെന്നൊക്കെ ടീസർ ഇറക്കുവാന്ന് വെച്ചാൽ എന്താ അല്ലേ. പക്ഷേ എങ്കിൽ ഇത് റിയലാന്ന് മനസ്സിലായപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. ദേ ഹാവ് എ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കണ്ടു നോക്കാം. വെൻ ലെജൻഡ്സ് ചിൽ എന്നാണ് ഇതിൻ്റെ പേര്. എന്നെ ഇടയ്ക്കൊന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ. എടാ, അപ്പോൾ ഒടിയൻ ഇമ്മോർട്ടലാ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഈ യൂണിവേഴ്സിലായിരിക്കും, അല്ലാണ്ട് ഒടിയൻ ഇമ്മോർട്ടൽ അല്ല ഗൈസ്. ഒടിയൻ ഇമ്മോർട്ടൽ അല്ല. ചിലപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ അകത്ത് ഒടിയൻ ഇമ്മോർട്ടൽ ആയിരിക്കും. അതേത് ഒടിയനാ? ഐ ഡോണ്ട് നോ. താല്പര്യമില്ല. എന്താ നീ ഒരു ബോറനായതുകൊണ്ട് കണ്ണു പിടിച്ചാൽ ബോറൻ. ഞാൻ ബോറനോ? താനാണോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ 380 ഇതിലെ ആരൊക്കെ ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് വരെ ആ ഒരു എൻഡിങ് വരെ കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. 2 എൻഡിങ് ഉണ്ടായിരുന്നു. അതിലൊന്ന് അഫ്കോഴ്സ് ഈ ഒടിയൻ വരുന്നത്, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബട്ട് അതിനുശേഷം വേറെ ഒരു അതായത് പാട്ടൊക്കെ കഴിഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് എല്ലാവരും ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അതാക്കിയ. ഞാനിരിക്കുന്ന സമയത്ത് വേറെ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ എൻഡിങ് വരെ കണ്ടു. ആ ഒരു ഫൈനൽ സീനിൽ പറയുന്നുണ്ട് മറ്റേ എനിക്ക് 389 ബ്രദേഴ്സ് ഉണ്ട്. അപ്പം അതാരും കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. സോ അതാണ് ഇവിടെ പറയുന്നത്. ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സാണ്. കള്ളുകുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ആ വാളിനെ അവൻ പേടിക്കുന്നുണ്ട് കേട്ടാ. അതെന്താന്നറിയില്ല. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീതി, മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ചാപ്റ്റർ 2 ചാത്തനാടാ. എൻ്റെ മോനെ, അത് കലക്ക് കേട്ടോ. അത് പടായിരിക്കും. ഓക്കെ, തന്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടിയത് ഒരു സംഭവം ഉണ്ട്. അത് റൂമർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് റെഡിക്ക് ഹിറ്റ്ലറിനെ തട്ടിയത് എന്നല്ല, ബട്ട് ഈ യൂണിവേഴ്സിൽ ഹിറ്റ്ലറിനെ തട്ടിയത് അവനാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിറ്റ്ലറിനൊരു ജർമ്മൻ ഷിപ്പ്യാർഡിൻ്റെ നായി ഉണ്ടായിരുന്നു. അപ്പം ഈ പടത്തിൻ്റെ അകത്ത് നമ്മുടെ ചാപ്റ്റർ 1ൻ്റെ അകത്ത് ഒരു ജർമ്മൻ ഷിപ്പ്യാർഡിൻ്റെ നായി ഈ ഒരു ദുൽഖറിനും മീൻസ് ഈ ഒടിയനുണ്ട്. അപ്പോൾ മറ്റേ ഹിറ്റ്ലറിനെ തട്ടിയിട്ട് ഹിറ്റ്ലറിൻ്റെ നായിനെ അഡോപ്റ്റ് ചെയ്തായിരിക്കും. അങ്ങനെയാണ് ഈ യൂണിവേഴ്സിലെ സ്റ്റോറി പോവാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് റൂമറാട്ടാ. ഇത് കുറേ പേരങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹിറ്റ്ലറിന് അങ്ങനെ ഒരു നായി ഉണ്ടായ കാര്യം പോലും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വെക്കാം. എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുള്ളി എന്റെ അത്ര ഫണ്ണല്ല, ചില വയലന്റാ. അറിയാം, മൂത്തോനും എന്നെയാണോ അവന് വേണ്ടത്. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ഒരു ഭയമല്ലേ. എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ?
ജാടയാണ്. വരാന്ന് പറയണോ? ഭയങ്കര ജാടല്ലേ? അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനെന്ന് പറയണം ബ്രോ. നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ. എൻ്റെ മോനെ, അത് സാധാരണ കാർഡല്ല കേട്ടാ. അത് ചിലപ്പോൾ അവന് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അതായത് മറ്റേ ചാത്തന് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ബട്ട് അത് ആ ഒരു ചാത്തൻ ക്യാരക്ടറിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പോലും അത് മുറിക്കാൻ അവർ വാളിന് പറ്റുന്നുണ്ട്. അതായത് അതുകൊണ്ടാണ് ചാത്തൻ അവനെ വിളിക്കുന്നത്. അതായത് എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കാരണം ആ ഒരു സോഡാന്ന് തോന്നുന്നു. ആ സോഡിനെ ചിലപ്പോൾ ചാത്തന്മാർക്ക് പേടിയായിരിക്കും. ചാത്തന്മാരുടെ ആ ഒരു കാർഡ് പൊട്ടിച്ചാണ്ടാ സെറ്റ് മോനെ. എനിക്കറിയാം താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. ചാത്തന്മാർ കൊണ്ടുവരും. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഓരോരുത്തർക്കും ഓരോ എബിലിറ്റീസാണ്. ഒരാളുടെ കയ്യിൽ വാളുണ്ട്, ഒരാൾക്ക് നഖമുണ്ട്. എൻ്റെ മോനെ, ഈ ചാപ്റ്റർ 2 പാടായിരിക്കും മോനെ. ഇത് സെറ്റായിരിക്കും. ഓക്കെ എൻ്റെ മോനെ ഗൈസ്, ഇത് ജസ്റ്റ് ഒരു നമ്മുടെ മറ്റേ കൊണച്ചൊരു സെക്കൻഡ് പാർട്ട് ഇട്ടിട്ട് പോകണില്ലേ, പുഷ്പ 2 പോലെ. അതല്ല ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മറ്റേ എനിക്ക് തോന്നുന്നത് ഇതൊരു ജസ്റ്റ് ഊഹം മാത്രമാണ്. ഈ ഒരു സംഭവം ചാപ്റ്റർ 1 എടുക്കുന്ന, അതായത് ചാപ്റ്റർ 1 ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഷൂട്ടിങ് കഴിഞ്ഞ പാടെ ആ ഒരു ടൈമിങ്ങിൽ തന്നെ എടുത്തു വെച്ചതാണെന്ന് തോന്നുന്നത്. അതായത് ആ ഒരു ചാപ്റ്റർ 1 ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ ഇതെടുത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ചാപ്റ്റർ 2 സ്ക്രിപ്റ്റ് അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അവർക്ക് ഇനി അത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് അത് റിലീസ് ചെയ്യാൻ പറ്റും. എൻ്റെ മോനെ, ഇത് സെറ്റായിരിക്കും മോനെ. അവർ ഈ ഒരു രീതിയിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു അതേ സ്ക്രിപ്റ്റ് ആ ഒരു രീതിയിൽ പടം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ 300 കോടിയല്ല, അതിൻ്റെ മേലെ പോവും. ഓക്കെ. എന്നാലും സെക്കൻഡ് പാർട്ട് ദുൽഖർ പറഞ്ഞത് ജസ്റ്റ് 30 കോടി 50 കോടി ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഒരു 50 കോടി 60 കോടിയിലാണ് ചാപ്റ്റർ 2 വരിക എന്നൊക്കെയാണ് ദുൽഖർ പറയുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ റേഞ്ചിൽ 30 കോടിയിൽ അത്രയും അടിപൊളിയായിട്ടുണ്ടെങ്കിൽ 60 കോടി തന്നെ മതി. 60 കോടി ധാരാളം. ഇത് 400 കോടിയൊക്കെ കിടക്കും. ഓക്കെ. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചാപ്റ്റർ 2 ഉണ്ടല്ലോ, ഒരു 100 കോടി 150 കോടിക്കൊക്കെ ഇറക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റേ അങ്ങനെയാണെങ്കിൽ വേറെ ലെവലിലേക്ക് പോകും. കാരണം ഓൾറെഡി അവർക്ക് 1ഉം 2ഉം കൂടെ കൂട്ടി ഒരു 600 കോടി കളക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു 100 കോടി വെച്ച് ഇറക്കുന്നതിനൊരു കുഴപ്പമില്ല. 30 കോടി 60 കോടി ഇത്രയും ഹൈ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 100 കോടി വെച്ച് ഇറക്കിയാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. എന്തായാലും അറിയത്തില്ല. എന്തായാലും പടം ഇറങ്ങിയ കിഡിലായിരിക്കും മോനെ. ടീസർ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ചാപ്റ്റർ 3-ഓ 4-ഓ ആയിട്ടാണ് നമ്മുടെ ഒടിയൻ്റെ ചാപ്റ്റർ. അത് ചാപ്റ്റർ 2 എന്ന് പറയുന്ന ചാത്തന്മാരുടെ ചാപ്റ്ററാണ്. ബട്ട് ചാപ്റ്റർ 2-ൽ ഒടിയൻ വരും. എന്നും വെച്ചിട്ട് ഒടിയൻ ഫുൾ ടൈം ഒന്നും ഉണ്ടാവില്ല. അതായത് മറ്റേ ചാപ്റ്റർ 1-ൻ്റെ അകത്ത് ചാപ്റ്റർ 1-ൻ്റെ അകത്ത് ചാത്തൻ വന്നിട്ടില്ലേ, കുറച്ച് നേരം നിന്നിട്ട് പോയത്, അതുപോലെ കുറച്ച് നേരം നിൽക്കത്തുള്ളൂ. കാരണം ഈ ഒടിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവർക്ക് ചാപ്റ്റർ 3-ലേക്കോ 4-ലേക്കോ കാണിക്കാനുണ്ട്. അപ്പം അതിലായിരിക്കും ആ ഒരു ക്യാരക്ടർ മെയിനായിട്ട് വരും. ഈ 2-ൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് അവനെ ഹെൽപ്പ് ചെയ്യാൻ വരും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകും. അത്രേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പക്കാ വെയിറ്റിംഗ്. സോ ബൈ ബൈ, പീസ് ഔട്ട്. ഇത് വേറെ ലെവലായിരിക്കും മോനെ, പാട്ടായിരിക്കും.